ഹലോ, നമസ്കാരം. പേട്രിയറ്റ് സത്യം പറയുകയാണെങ്കിൽ ഈ പടം ഒരു വെറും ആവറേജിൽ ഒതുങ്ങി പോവോ എന്നൊരു ചിന്ത, അങ്ങനെ ഒരു തോന്നല് എന്റെ മൈൻഡിൽ ആക്ച്വലി ഉണ്ടായിരുന്നു. സീരിയസ്ലി മാൻ, അത് ഞാൻ തുടക്കം തന്നെ പറയുകയാണ്. ഓവറോൾ വേർഡിക്റ്റിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ആസ് എ പ്രേക്ഷകൻ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ആയിരിക്കും കിട്ടുക എന്നുള്ളൊരു തോന്നല് എനിക്കുണ്ടായിരുന്നു. അതൊരിക്കലും മറ്റേ ഈ സിനിമയുടെ ടീസറോ ട്രെയിലറോ അല്ലെങ്കിൽ ഇതിന്റെ അപ്ഡേറ്റുകളൊക്കെ കണ്ടിട്ട് എനിക്ക് അപ്പൊ തോന്നിയൊരു തോന്നലല്ല. അതിനൊക്കെ ശേഷം എന്തോ എങ്ങനെയോ എന്റെ മൈൻഡിൽ ആ ഒരു തോട്ട് വന്ന് പെട്ടു. അങ്ങനെ പടം കണ്ടു, ആ തോന്നലങ്ങട് തെറ്റി. നല്ല ക്ലീന് പടം. ആക്ച്വലി ക്ലീൻ നല്ലല്ലോ പറയണ്ടേ. ഉം. നല്ല ക്ലാസ് പടം. ഐ റിപ്പീറ്റ്, നല്ല ക്ലാസ് പടം, അങ്ങനെ തന്നെ പറയണം. ക്ലാസ് പടം മോനെ, ക്ലാസ് പടം. എന്ത് നീറ്റ് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് വാട്ട് ഐ ഫീൽ. നിങ്ങളത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആദ്യം തന്നെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മഹേഷ് നാരായണൻ. പുള്ളിയോട് താങ്ക്സ് പറയണം രണ്ട് കാര്യത്തിന്. ഒന്ന്, ഓബ്വിയസ്ലി മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി രണ്ടുപേരും ഈ റേഞ്ചിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ വെച്ചിട്ട് ഒരു പടം ചെയ്തു, നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു. അങ്ങനെ ഒരു സാഹചര്യം എത്ര നാളായി ഉണ്ടായിട്ട്. അപ്പോ പുള്ളി വേണ്ടി വന്നു, പുള്ളി ചെയ്തു എന്നുള്ളതാണ്. ഇനി രണ്ട്, വേണമെങ്കിൽ പുള്ളിക്ക് തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി വെക്കായിരുന്നു. വലിയ പണിയൊന്നും ഇല്ലാതെ, എഫേർട്ടൊന്നും ഇടാതെ എന്തെങ്കിലുമൊക്കെ സിമ്പിൾ ആയിട്ട് മാസ് മസാല തേങ്ങ കൊല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് ചെയ്യാമായിരുന്നു, എഴുതി വെക്കായിരുന്നു. മാസ് ഡയലോഗ്സ്, മാസ് മൊമെന്റ്സ്, പരിപാടികൾ, അത് ഇത് സ്ലോ മോഷൻ, ആവശ്യമില്ലാത്ത ഗിമ്മിങ്സ് ചെയ്യായിരുന്നു. എന്തുകൊണ്ട് പുള്ളിക്ക് ചെയ്തുകൂടാ? ലാലേട്ടൻ മമ്മൂക്കല്ലേ, അവർക്ക് രണ്ടുപേർക്കും മാസ് ഓറയുണ്ട്, ഫാൻ ബേസ് ഉണ്ട്. ഫസ്റ്റ് ഡേ ആൾക്കാർ കയറിയിട്ട് കാണുകയും ചെയ്യും. സോ സിമ്പിൾ ആയിട്ട് അങ്ങനെ ഒരു പരിപാടി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ മൂപ്പര് അത് ചെയ്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഹ്യൂജ് റെസ്പെക്ട് ഉണ്ട്. പുള്ളി ചെയ്തത് എന്താ, നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി, നല്ല ക്യാരക്ടേഴ്സ് കൊടുത്തു. ലാലേട്ടനും മമ്മൂക്കയ്ക്കും ചാക്കോച്ചനും ഫഹദിനും ഒക്കെ നല്ല ക്യാരക്ടേഴ്സ് കൊടുത്തു. ഇതിന്റെ അകത്ത് സ്റ്റാർ ഇല്ല, തുറന്നു പറയാലോ. തുറന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, ഓൾറെഡി അവര് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. ഇതിന്റെ അകത്ത് സ്റ്റാർ ഇല്ല. നോ, ഇതിന്റെ അകത്ത് നോ മമ്മൂട്ടി, നോ ലാലേട്ടൻ. ഇതിന്റെ അകത്ത് ഓൺലി ക്യാരക്ടേഴ്സ്, ഓൺലി ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടേഴ്സിന്റെ ബോഡി ലാംഗ്വേജ് എന്താണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളൊരു സംഗതിക്ക് അനുസരിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് രണ്ടുപേരും നല്ല ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സീരിയസ്ലി ഐ എം റിയലി ഹാപ്പി. ഐ ഫീൽ റിയലി പ്രൗഡ് മാൻ ആസ് എ മലയാളി. കാരണം സി, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അല്ലെങ്കിൽ അതൊരു മനസ്സ് വേണം ഇങ്ങനെ ഒരു പടത്തിന്. ഇത് ആക്ച്വലി പ്രധാനമായും ഒരു മമ്മൂട്ടി മൂവിയാണ്. ഓക്കെ, അത് ഇറ്റ്സ് എ റിയാലിറ്റി. പക്ഷെ എക്സ്റ്റൻഡഡ് ക്യാമിയോ ആയിട്ട് ലാലേട്ടന് വേണമെങ്കിൽ ഇതിന്റെ അകത്ത് ഞാൻ ചെയ്യണോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ഒഴിഞ്ഞു മാറാമായിരുന്നു. ഹി ക്യാൻ. കാരണം ഇതിന്റെ അകത്ത് ലൈക്ക് അങ്ങനെ അങ്ങനെ ഒരു സ്റ്റാറിന് തോന്നാനുള്ള കാരണങ്ങൾ ഇതിന്റെ അകത്ത്, ഇതിലുള്ള ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ പടം കണ്ടറിയാം. അങ്ങനെ ഒരു സ്റ്റാറിന് തോന്നാനുള്ള സാഹചര്യങ്ങളും പരിപാടികളും കാരണങ്ങളും ഒക്കെ ഇതിന്റെ അകത്ത് ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ ലാലേട്ടന് ഇത് ഞാൻ ചെയ്യണോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് വേണമെങ്കിൽ മൂപ്പർക്ക് ഒഴിഞ്ഞു മാറാമായിരുന്നു. പക്ഷെ അങ്ങനെ അങ്ങനെ മാറിയില്ല പുള്ളി. പുള്ളി ഇതിന്റെ അകത്ത് എക്സ്റ്റൻഡഡ് ക്യാമിയോ ചെയ്തു, നല്ലൊരു ക്യാരക്ടർ പുള്ളി ചെയ്തു എന്നുള്ളൊരു സംഗതിയാണ്. അതിന് തയ്യാറായി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി. അത് ബ്യൂട്ടി എന്ന് പറയാൻ കാരണം, ഇത് നമുക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ ഇത് കാണാൻ സാധിച്ചു. അത് വലിയ കാര്യമാണോ, അത് വലിയ കാര്യ. അത് എനിക്കറിയില്ല, തമിഴിൽ അങ്ങനെ ഏതെങ്കിലും സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരുമ്പോ അങ്ങനെ ഒരു രീതിയിൽ ആൾക്കാർ തയ്യാറാവുമോ? ലാലേട്ടനെ പോലെ അങ്ങനെ റെഡി ആകുമെന്ന് ഐ ഡോണ്ട് നോ. ഇനി ഭാവിയിലാവുമെന്ന് അറിയില്ല. ഇതുവരെ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ മലയാളത്തിൽ നമുക്ക് അങ്ങനെ കിട്ടി. അതും കിട്ടിയത് എന്താണ്, വെറുതെ തട്ടുകൂട്ട് പരിപാടിയല്ല, നല്ലൊരു കോണ്ടന്റ്. കോണ്ടന്റ് എന്ന് പറയുന്ന പുതിയ കണ്ടന്റോ പരിപാടികളോ മുമ്പ് എവിടെ നമ്മൾ കാണാത്ത തരത്തിലുള്ള സാധനമോ ഒന്നും അല്ല. മനസ്സിലായില്ല, ഒരു ഒരു എന്താണ് പറയാ, എല്ലാ കണ്ടന്റ് ഒക്കെ സെയിം നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിനെ വലിയൊരു സ്കെയിലില് നല്ല ഗംഭീരമായിട്ട് എഴുതി വെച്ച് ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, ഒരു തട്ടിക്കൂട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന
സാധനങ്ങളോ ഒന്നും അല്ല. ജെനുവിൻ ആയിട്ടുള്ള എഫേർട്ട് ആക്ച്വലി ഉണ്ട് ഈ പടത്തിന്റെ അകത്ത്. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചത്. ഒന്നാമത്തെ ഒരു കാര്യം, യുനോ കൺവിൻസ് ചെയ്യണ്ടേ, ഈ ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യണ്ടേ ഇത്രയും വലിയൊരു പടത്തിന്റെ ഇതായിട്ട് ഇവര് വരണം എന്നുണ്ടെങ്കിൽ കൺവിൻസ് ചെയ്യണം. സോ അത് വർക്കായി വന്നിട്ടുണ്ട് എല്ലാ രീതിയിലും. അവര് കൺവിൻസ്ഡ് ആയതിന് റീസൺ ഉണ്ട് എന്നുള്ളത് ഈ പടം കണ്ടപ്പോ പേഴ്സണലി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വലിയ പടം കേട്ടോ, വലിയ പടമാണ്. സീരിയസ്ലി എനിക്കത്, ഇത് നിങ്ങൾ കാണാം. ഇത് നിങ്ങൾ ഒരിക്കലും മറ്റേ മാസ് പടം ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് പോരുത്. മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഒരുമിച്ച് സ്ലോ മോഷനിൽ നടന്നു വരുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര മ്യൂസിക്, അല്ലെങ്കിലും എന്താണ് മറ്റേ ഇങ്ങനെ ഒരു നോട്ടം, ഇങ്ങനെ ഒരു ഡയലോഗ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചു പോയാൽ നിങ്ങൾ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്, നിരാശനായിട്ട് കരഞ്ഞോണ്ടൊക്കെ നിങ്ങൾ ഇറങ്ങി വരും. അത് പ്രതീക്ഷിച്ചിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശനായിട്ട് ഇറങ്ങി വരും, കരഞ്ഞോണ്ട് ഇറങ്ങി വരും. യാതൊരു സംശയമില്ലാത്ത കാര്യം. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് പറയാലോ, ഫസ്റ്റ് ഹാഫ് വളരെ സ്ലോയിലാണ് പോണേ, വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അതിനെ ആ ഒരു മീറ്ററിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റല്ല, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സും മൂഡും പരിപാടികളൊക്കെ അനുസരിച്ചിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഉള്ള ഹാഫ് ഉണ്ടല്ലോ, ആ മെല്ലുള്ള പോക്ക് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുകയാണ് എങ്കിൽ, നിങ്ങൾക്ക് ഇന്നാവാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ ആ മൊത്തത്തിൽ ആ സിനിമയുടെ ആ ഒരു ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു വൈബിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ ഇത് നിങ്ങൾക്ക് വർക്കാണ് എന്നുള്ളത് തുടക്കം തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു പടം. ഞാൻ വീണ്ടും പറയുന്നത്, ഇതിന്റെ അകത്ത് ഭയങ്കര എലവേഷൻ സീൻസ് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രണ്ടുപേരെയാണ്, ലാലേട്ടനെയും മമ്മൂക്കേനെയാണ്. നമ്മളെ പ്രിയപ്പെട്ട രണ്ടാൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഭയങ്കര സ്നേഹമാണ് അവരോട്. അപ്പം ഇതിന്റെ അകത്ത് അവരെ ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട്. അതിന് എക്സ്ട്രാ മ്യൂസിക്കും അല്ലെങ്കിൽ എക്സ്ട്രാ ഡയലോഗ്സും ഗിമ്മിക്കും അല്ലെങ്കിൽ കുറെ മൊമെന്റ്സ് ഒന്നും ഇവിടെ എഴുതി പിടിപ്പിച്ചിട്ട് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി ചില സംഗതികൾ കാണുന്ന സമയത്ത് നമുക്കൊരു ഫീൽ ആക്ച്വലി കിട്ടും. നമുക്ക് ആ ഒരു എന്താ പറയാ, ഒരു എലവേഷൻ നമുക്ക് ആക്ച്വലി കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലി ആസ് എ പ്രേക്ഷകൻ വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആണ് എന്ന് നിർബന്ധമായിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ ആവണം എന്ന് ഞാൻ നിർബന്ധമായിട്ട് പറയുന്നില്ല. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത്. നീറ്റ് ആയിട്ടുള്ളൊരു പടം, നീറ്റ് ആയിട്ടുള്ള പടം, നീറ്റ് ആയിട്ടുള്ള പടം, നീറ്റ് ആയിട്ടുള്ള പടം. ഇന്റർവെൽ സീന് എടുത്ത് പറയണമെങ്കിൽ ഫസ്റ്റ് ഹാഫ് മൊത്തം മമ്മൂക്കയാണ്. ഇന്റർവെൽ സീൻ നൈസ്, കിടിലൻ സാധനമായിരുന്നു, കിടിലൻ സാധനം. അതാ പറഞ്ഞ, അത് ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്യാനായിട്ട് ചെയ്ത് വെക്കുക എന്നല്ല, പക്ഷെ എന്നാലും നമുക്കത് കിട്ടും. ഇന്റർവെല്ലിന്റെ സമയത്തൊക്കെ നമുക്ക് ആ സാധനം കിട്ടും എന്നുള്ളതാണ്. മനസ്സിലായ? ഇത് പിന്നെ എന്താ പറയാ, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഇതിന്റെ അകത്ത് ആ ക്യാരക്ടേഴ്സിന്, ലാലേട്ടനെയും മമ്മൂക്കയുടെ ക്യാരക്ടേഴ്സിന് ആ ക്യാരക്ടേഴ്സിൻ്റെതായിട്ടുള്ള വിഷമതകൾ ആക്ച്വലി ഉണ്ട്. വിഷമതകൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വയ്യായിക, മറ്റേ കോക്ക് പറയണ വയ്യല്ല ഞാൻ പറയുന്നത്. ആ ക്യാരക്ടേഴ്സിൻ്റെതായിട്ടുള്ള ഒരു സാധനം ആക്ച്വലി ഉണ്ട്. അത് പിടിച്ചോണ്ട് തന്നെയാണ് ആ ക്യാരക്ടർ മാനസികമായിട്ട് പിടിച്ചോണ്ട് ശാരീരികമായിട്ട് പിടിച്ചോണ്ടുമാണ് രണ്ടുപേരും ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. അത് എടുത്ത് പറയണം. അത് പക്കയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ലാലേട്ടൻ്റെ ഒരു സീൻ ഉണ്ട്. അത് എന്താ സംഭവിക്കണം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ലിഫ്റ്റിൽ വെച്ചുണ്ടാവുന്ന ഒരു സീനാണ് അത്. ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറെ ഐ ഡോണ്ട് തിങ്ക് സോ മാൻ, അത് വേറെ ഭാഷകളിലൊന്നും വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാർ ദേ മൈ നോട്ട്, എന്താ പറയാ, അവര് റെഡി ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് അതിൻ്റെ അകത്ത് അങ്ങനെ സംഭവിക്കുന്നതിന് പകരം ഇങ്ങനെ ആക്കാൻ വേണ്ടി പറ്റുമോ, മറ്റേ ആക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ പറയാനുള്ള സാധ്യതകൾ ആക്ച്വലി ഉണ്ട് മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ബിഗ് സ്റ്റാർസ്. മനസ്സിലായി? അത് അങ്ങനെ ഒരു സീനാണത്. മനസ്സിലായി? അങ്ങനെ ഒരു എൻഡിങ് ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറാണ് ലാലേട്ടന്റെ ക്യാരക്ടർ. അപ്പം ലാലേട്ടൻ അത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ പുള്ളിയോട് വല്ലാത്ത റെസ്പെക്റ്റും വല്ലാത്തൊരു സ്നേഹവും ആക്ച്വലി തോന്നുന്നുണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത്. പാട്രിയറ്റ് അങ്ങനെ കാത്തിരുന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. വളരെ സന്തോഷമുണ്ട്. നല്ല നല്ല സാറ്റിസ്ഫാക്ഷൻ ആക്ച്വലി ഉണ്ട്. ഇത് ഹിറ്റാവണം. കാരണം ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ എൻകറേജ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും കേട്ടോ, ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, നമ്മളത് പറയാം, നോ ഇഷ്യൂസ്. പക്ഷെ ഇത് എല്ലാവരും കാണണം എന്ന് ഞാൻ പറയും. ആസ് എ മലയാളി
എല്ലാവരും ഇത് കാണണമെന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ സ്റ്റാർസ് ആണ് രണ്ടുപേരും. ആൻഡ് തട്ടിക്കൂട്ട് സാധനമല്ല ഇത്. അപ്പൊ നമ്മൾ ഇത് പോയി കണ്ടിട്ട് നമ്മൾ ഈ പടത്തിനെ എൻകറേജ് ചെയ്യണം. കാരണം ഇത് പല ഭാഷയിലൊക്കെ എന്തോ നെക്സ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോൾ ഇറങ്ങുന്നുണ്ട്. സോ എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും ഇത് കാണട്ടെ. നമ്മുടെ മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ദേ ആർ ഡൂയിങ് മൂവി ടുഗദർ. ക്യാരക്ടർ പിടിച്ച് ചെയ്യുന്നു, അല്ലാണ്ട് മാസ് പരിപാടി, മാസ് മസാല പരിപാടികൾ, ഗിമ്മിക്ക് വെച്ചിട്ടുള്ള കളികളല്ല. ഇത് ചെയ്യുന്നു എന്നുള്ളതിൽ എല്ലാവരും കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ടാണ് പേഴ്സണലി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു പടത്തിന്. അത് മഹേഷ് നാരായണൻ, മാൻ, യു മാൻ, താങ്ക് യു സോ മച്ച് ഫോർ ദ മൂവി. പിന്നെ പറഞ്ഞു വന്നപ്പോൾ ലാലേട്ടൻ മമ്മൂക്കയിലോ മാത്രം ഒതുങ്ങിപ്പോയി. നോട്ട് ഓൺലി ദം, അവര് മാത്രമല്ല, നമ്മുടെ ഫഹദ് ഫാസില്, മാൻ ആക്ടർ, പുള്ളി ഇതിന്റെ അകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാലോ. കൊടുത്ത സാധനം നന്നായി ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചനായിക്കോട്ടെ കൊടുത്ത സാധനം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള സിനിമയാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ അകത്ത് സ്റ്റാർ സ്റ്റഡഡ് ആണെന്നുള്ള രീതിയിൽ തോന്നുന്നില്ല. ബിക്കോസ് കോണ്ടന്റ് തന്നെയാണ് മുഴച്ചു നിൽക്കുന്നത് കോണ്ടന്റാ. ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കോണ്ടന്റാ. നമ്മൾ അവിടെ അതിന്റെ അകത്ത് ഇത് മോഹൻലാലാണ്, നമ്മുടെ മമ്മൂട്ടിയാണ്, നമ്മുടെ ഫഹദാണ്, ചാക്കോച്ചനാണ് എന്നുള്ള രീതിയിലൊന്നും നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. സോ അതെനിക്ക് നല്ലൊരു അപ്രോച്ച് ആയിട്ടാണ് തോന്നുന്നത്. ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ആക്ഷൻ പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല, ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അത് ചെയ്യാതെ രണ്ട് നല്ല ആക്ടേഴ്സിനെ വെച്ചിട്ട് അവര് വളരെ നല്ലൊരു കോണ്ടന്റും വെച്ച് നല്ല രീതിയിൽ അവർ ചെയ്തു. ഇത്ര പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ ഫാൻസുകാരായ പൊട്ടന്മാരായ വിഡ്ഢികള് ഇവരിനിയിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് എനിക്ക് അറിയില്ല. തിയേറ്ററിന്റെ അകത്ത് തല്ലിപ്പൊളിത്തരൊന്നും ഉണ്ടായിരുന്നില്ല, മര്യാദയ്ക്ക് ഇരുന്നിട്ട് എല്ലാവരും കണ്ടിട്ട് പോയി. പക്ഷെ ഇനി സോഷ്യൽ മീഡിയക്കകത്ത് വന്നിട്ട് ഈ മോഹൻലാൽ ഫാന്, മമ്മൂട്ടി ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കണമുണ വർത്താനം പറയുകയോ ഇതിന്റെ അകത്ത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോ. പക്ഷെ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് ഇതിന്റെ അകത്ത് ഫാൻ ഫൈറ്റിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തീട്ടം വാരി അറിയാൻ വേണ്ടി നിൽക്കരുത്. ഇന്നാള് മറ്റേയാള് മറച്ചയാള്. കുറെ ആൾക്കാർ ഈ കുറ്റം കണ്ടുപിടിച്ചോണ്ടൊക്കെ വരും. ടീസർ ട്രെയിലറൊക്കെ വന്ന സമയത്ത് ചില ആൾക്കാർ കുറ്റം കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മറ്റത് ശരിയായില്ല, മമ്മൂക്കട മറ്റത് കണ്ടില്ല, അയാളിട്ടെ മറ്റത് കണ്ടില്ല, മറച്ചത് കണ്ടില്ല, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് സൂം സ്ക്രീൻഷോട്ട് ചെയ്തിട്ടൊക്കെ പോസ്റ്റ് ചെയ്യും, കളിയാക്കലും ബോഡി ഷേമിങ്ങും ഇതും മമ്മൂക്കെ വയ്യാത്ത ആള് എന്നൊക്കെയുള്ള രീതിയിൽ പറയലും, ലാലേട്ടന്റെ മറ്റേ എന്തോ ലൈക്ക് പല തരത്തില് ആൾക്കാർ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഈ പടം ഇറങ്ങി ഇനി എന്താണ് ഈ പൊട്ടന്മാരെ പോലെ ഈ ഫാൻ ഫൈറ്റും കളിച്ചുകൊണ്ട് ആക്ച്വലി നടക്കല്ലേ. ഇത് നമ്മുടെ സിനിമയാണ്. ഞാൻ അങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിനിമ എന്നൊന്നും ഒരു സിനിമയെ കുറിച്ച് പറയാറില്ല. പക്ഷെ ഐ ഫീൽ ലൈക്ക് ടു എന്താ പറയുക, ഈ പടത്തിന്റെ കേസിൽ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത് ഇത് നമ്മുടെ സിനിമയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള നമുക്ക് കിട്ടിയ ഒരു വലിയ ക്യാൻവാസിൽ നമ്മുടെ ബിഗ് സ്റ്റാർസ് ഒരുമിച്ച് വന്ന് അഭിനയിച്ച സിനിമയാണ്. അപ്പോ നിങ്ങൾ ഈ ഫാൻ ഫൈറ്റും പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു നല്ല ഓഡിയനായിട്ട് നിങ്ങൾ ഈ പടം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തൂറി മെഴുകി എറിഞ്ഞ് സ്വയം തീട്ടം തൂറിയതിനാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വൺസ് അഗെയിൻ നല്ല ക്ലാസ് പടം. ലാലേട്ടൻ, മമ്മൂക്ക, വെരി ഹാപ്പി, വെരി സാറ്റിസ്ഫൈഡ്. ഇപ്പൊ നമുക്കൊരു ക്ലാസ് പടം കിട്ടി. ഇനി അടുത്തത് നമുക്ക് തട്ടിക്കൂട്ടല്ലാത്ത ഒരു മാസ് പരിപാടി കിട്ടണം. അതിൽ ഒരുപാട് ഭയങ്കര എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ആ രീതിയിലൊന്നും രണ്ടുപേരും വേണമെന്നില്ല. എന്താ പറയാ, ചെറുതായിട്ടൊരു മാസ് പരിപാടികളൊക്കെ മലയാളത്തിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് പുള്ളി രണ്ടുപേരെ വെച്ചിട്ടൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം. അതും കൂടി കാണാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ക്ലാസ് മാത്രമല്ല, മാസും വളരെ വൃത്തിക്ക് നല്ല കഥയോടുകൂടി നല്ല കിടിലൻ ക്യാരക്ടേഴ്സ് കൂടിയിട്ട് എടുക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കണം. തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയുടെ വലുപ്പം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. കോണ്ടന്റ് ആണ് മെയിൻ. അപ്പൊ നമുക്ക് നല്ല കിടിലൻ കഥയോടുകൂടി നല്ല ക്യാരക്ടേഴ്സോട് കൂടിയിട്ട് നല്ല മാസ് എന്റർടൈനർ ഇനി ഭാവിയിൽ വരണം ഞാൻ ആഗ്രഹിക്കുന്നു. ഇവരെ വെച്ചിട്ട് ഇവർ രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട്. ദാറ്റ്സ് ഇറ്റ്.